സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഖേദ സമരം നടന്ന വർഷം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഭരണഘടനയിൽ മൈനോരിറ്റി എന്ന പദം പ്രത്യക്ഷപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനം നടന്ന വർഷം ഏതാണ്? സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട PSC പരീക്ഷകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മേഖലയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ സംസാരിക്കും കേട്ടോ. നമ്മൾ കോർത്തിണക്കി പഠിക്കും, കുറച്ച് വേഗത്തിലായിരിക്കും പഠിക്കുക. പ്രത്യേകിച്ച് SCERT 9ാം ക്ലാസ്സിലെ 3ാം അധ്യായം അതിനകത്ത് പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന, മൗലികാവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്ക്. അതൊക്കെ മുഴുവനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ചരിത്രത്തിലെ ചില ഭാഗങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചു പോവുക. ഇനി നമുക്ക് സമയമില്ല. ഇത്തരത്തിലൊക്കെ നിങ്ങളെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ഒരു ക്ലാസ്സിന്റെ എഫക്റ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങളുടെ അഭിപ്രായം പോലെ ഉണ്ടാവും. അടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ ക്ലാസ്സുകൾ വേണമോ എന്ന് ഞാൻ തീരുമാനിക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന മേഖല അത് പഠിക്കുമ്പോൾ നാം ആദ്യം ചിന്തിക്കേണ്ടത് സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ 1920, 30 കാലഘട്ടങ്ങളിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം കടന്നു വന്നിരുന്നു. നോക്കൂ നിങ്ങൾ, 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് മദ്രാസിലാണ്. അധ്യക്ഷൻ MA അൻസാരി ആയിരുന്നു. എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം MA അൻസാരി അധ്യക്ഷൻ, മദ്രാസ് സമ്മേളനം. പഠിച്ചോളുക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കണം മൗലികാവകാശങ്ങൾ എന്ന് നിഷ്കർഷിച്ചിരുന്നു. ഏത് പ്രമേയത്തിനകത്ത്? ദേശീയ സ്വാതന്ത്ര്യ പ്രമേയം എന്ന് പറയുന്ന ഒരു പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അവതരിപ്പിച്ചു 1927. അപ്പോൾ പഠിക്കേണ്ട പോയിന്റ് ഇങ്ങനെയാണ്: ഇന്ത്യൻ ഭരണഘടനയുടെ വളരെ പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകമായിരിക്കണം മൗലികാവകാശങ്ങൾ എന്ന് നിഷ്കർഷിച്ച പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ് 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം, മദ്രാസ് സമ്മേളനം. ആരാണ് അധ്യക്ഷൻ? MA അൻസാരി കേട്ടോ. ഏതാണ് ആ പ്രമേയം? ദേശീയ സ്വാതന്ത്ര്യ പ്രമേയം. അതിനകത്ത് പറയുന്നുണ്ട് മൗലികാവകാശങ്ങളെ കുറിച്ച്. അതാണ് നമ്മുടെ പോയിന്റ്. അതേ കമ്മിറ്റിക്കകത്ത്, അതേ സമ്മേളനത്തിനകത്ത് സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രമേയം ഉണ്ടായിരുന്നു. സൈമൺ കമ്മീഷൻ 1927 രൂപീകരിച്ച കമ്മീഷൻ അല്ലേ, ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന. 1927 7 അംഗങ്ങൾ, അങ്ങനെയാണ് പഠിക്കേണ്ടത്. 1927 7 അംഗങ്ങളുള്ള കമ്മീഷൻ. 7 അംഗങ്ങളും ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. അതുകൊണ്ട് വലിയ വിവാദങ്ങൾ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഈ ഒരു കമ്മീഷൻ ഭരണപരിഷ്കാരവുമായി അത്തരം നിർദ്ദേശങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി വന്ന ഈ ഒരു കമ്മീഷനകത്ത് 7 അംഗങ്ങളും ഇംഗ്ലീഷുകാരായിരുന്നു. വൈറ്റ് മെൻ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞത് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? ഏത് കമ്മീഷനാണ്? സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനിൽ 7 അംഗങ്ങളായിരുന്നു. ആ 7 അംഗങ്ങൾ, ഇതൊക്കെ ഞാൻ വീണ്ടും പറയുന്നത് PSC ചോദിച്ച കാര്യങ്ങളായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു കമ്മീഷനെതിരെ വലിയ പ്രക്ഷോഭം ഇന്ത്യയിൽ വന്നിരുന്നു അല്ലേ? ഈ കമ്മീഷൻ ഇന്ത്യയിൽ എപ്പോഴാണ് വന്നത്? അതും ചോദിക്കും. 1928, പിറ്റേത്തെ വർഷമാണ്. 1928 മുംബൈയിലാണ് വന്നത്. ചോദിച്ചിട്ടുണ്ട്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എവിടെയാണ് എത്തിയത്? ഡൽഹിയിലല്ല, മുംബൈ. പഠിച്ചോളുക. ഇർവിൻ ആയിരുന്നു അന്നത്തെ വൈസ്രോയി, ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്ന ഇർവിൻ പ്രഭു ഇല്ലടോ. നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ ആദ്യമായിട്ട് താമസിച്ച ഇർവിൻ പ്രഭു 1930, 31 ആ കാലഘട്ടത്തിലൊക്കെ ആരാണ്? ഇർവിനാണ്. നിങ്ങൾക്കറിയാം. അപ്പൊ 27 നിങ്ങൾ ആലോചിച്ച് വെക്കുക. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന സമയത്ത് വൈസ്രോയി ചോദിച്ചിട്ടുണ്ട്. ഇർവിനാണ് കേട്ടോ. ഇർവിൻ ഗാന്ധി സന്ധി അറിയാം, അത് 31ലാണ്. 1ാം വട്ടമേശ സമ്മേളനം 30ലാണ്. എന്ത്? ഉപ്പ് സത്യാഗ്രഹം. അപ്പൊ ഇർവിനാണ്. പഠിച്ചോളുക. ക്രിസ്ത്യൻ വൈസ്രോയി, ജൂത വൈസ്രോയി. റീഡിംഗ് ആണ്. വൈസ്രോയിമാർ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ എടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ ലിങ്ക് കൊടുക്കാം, പോയി കാണണം. അപ്പൊ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷത്തിലാണ് നമ്മൾ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം പഠിച്ചത് അല്ലേ? സൈമൺ കമ്മീഷന്റെ ഭാഗമായിട്ട് വലിയ പ്രതിഷേധങ്ങൾ നടന്ന സമയത്ത് ഇവിടെ വെച്ചിട്ട് വലിയ രൂപത്തിൽ മർദ്ദനത്തിന് ഇരയായി മരണപ്പെട്ട ധീരദേശാഭിമാനിയുണ്ട്. ആരാടോ? പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന AITUC, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്ന ലാലാ ലജ്പത് റായ്. നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ലാലാ ലജ്പത് റായ്, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനായ ലാലാ ലജ്പത് റായ് അല്ലേ? എന്റെ ശരീരത്തിലേൽക്കുന്ന
ഓരോ അടിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ശവപ്പെട്ടിയിലെ ആണികളായി മാറുമെന്ന്. എന്താണ് പറഞ്ഞത്? എൻ്റെ ശരീരത്തിലേൽക്കുന്ന ഓരോ അടിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ശവപ്പെട്ടിയിലെ ആണികളായി മാറുമെന്ന് പറഞ്ഞ ധീരദേശാഭിമാനി സാൻഡേഴ്സൺ ആയിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. ആ ഒരു എന്താ പറയുക ലാത്തി ചാർജ് ഈ സൈമൺ കമ്മീഷനെതിരെ, സൈമൺ കമ്മീഷൻ ഗോ ബാക്ക്, സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് എന്താണ് യൂസഫ് മെഹ്റാലിയുടെ വാക്കാണ് കേട്ടോ. യൂസഫ് മെഹ്റാലി PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് യൂസഫ് മെഹ്റാലിയാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ മുദ്രാവാക്യവുമായിട്ട് നടന്ന ഒരു വലിയ ജാഥയ്ക്കെതിരെ ലാത്തി ചാർജ് നടന്നു. സാൻഡേഴ്സനെ പിന്നീട് പോയി വധിച്ചതാരാണ്? അത് നമ്മുടെ ഭഗത് സിംഗ് ആണ്. അപ്പൊ സാൻഡേഴ്സൺ സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിനകത്ത് അടികൊണ്ട് മരണപ്പെട്ടത് ലാലാ ലജ്പത് റായ് ആണ്. ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ഉദ്യോഗസ്ഥന്റെ പേര് സാൻഡേഴ്സൺ എന്നാണ്. സാൻഡേഴ്സനെ പിന്നീട് പോയി വധിച്ച ധീരദേശാഭിമാനിയാണ് ഭഗത് സിംഗ്. ഇങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കുക, ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഇത് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും ഞാനിങ്ങനെ പറയുന്നത്, തുടക്കക്കാർക്ക്. എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ പഠിച്ചാലേ നിങ്ങൾക്കൊരു റാങ്ക് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അൺഹാപ്പി ഇന്ത്യ? നമ്മുടെ ലാലാ ലജ്പത് റായിയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. ദ സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ ആൻഡ് അൺഹാപ്പി ഇന്ത്യ. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടോ, ഞാൻ തൽക്കാലം എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. അൺഹാപ്പി ഇന്ത്യയും ദ സ്റ്റോറി ഓഫ് ഡിപ്പോർട്ടേഷൻ എന്ന് പറയുന്ന പുസ്തകവും രചിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. ഈ ഒരു സൈമൺ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷനകത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തി പിന്നീട് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ആരായിരുന്നു ബ്രിട്ടന്റെ PM? എല്ലാവർക്കും അറിയാം. 100-ൽ കൂടുതൽ തവണ PSC ചോദ്യമാണ്. ക്ലമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി ആയിരുന്നു. ഈ ചങ്ങായി ഏത് കമ്മിറ്റിയിലുണ്ടായിരുന്നു? നമ്മുടെ സൈമൺ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചിട്ടുണ്ട് PSC, പഠിച്ചോളുക. സൈമൺ കമ്മീഷനിൽ അംഗമായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി മാറിയ വ്യക്തി ആരാണ്? ക്ലമന്റ് ആറ്റ്ലി ആണ് കേട്ടോ. ആറ്റ്ലി. അങ്ങനെ പഠിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് വെക്കുക. ഇത്തരത്തിൽ സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? അത് സ്റ്റാൻലി ആണ്. സ്റ്റാൻഡ് വിട്ട് വണ്ടി കയറിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആറ്റ്ലിയെയും ടീമിനെയും ഇങ്ങോട്ട് അയച്ചത് സ്റ്റാൻലി ആണ്. അപ്പൊ സ്റ്റാൻഡ് വിട്ട്, ഞാൻ അങ്ങനെ ആലോചിക്കുക. അപ്പൊ ആറ്റ്ലി എന്തിനുണ്ടായിരുന്നു? സൈമൺ കമ്മീഷൻ ഉണ്ടായിരുന്നു. സ്റ്റാൻലി ആണ് അവിടുന്ന് വിട്ടത് കേട്ടോ. അപ്പൊ സ്റ്റാൻലി ബാൽഡിവിൻ, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് സ്റ്റാൻലി ബാൽഡിവിൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രി സ്റ്റാൻലി ബാൽഡിവിൻ. അപ്പൊ ക്ലമന്റ് ആറ്റ്ലി ആയിരുന്നു സൈമൺ കമ്മീഷൻ അംഗമായിരുന്നത്. അതുപോലെ തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇർവിൻ പ്രഭു സൈമൺ കമ്മീഷനുമായി സഹകരിച്ചുകൊണ്ട് ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? അത് നമ്മുടെ മലയാളിയായ C ശങ്കരൻ നായർ ആയിരുന്നു കേട്ടോ. 1897 അമരാവതി സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏക മലയാളി അധ്യക്ഷൻ C ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ ആയിരുന്നു. ആര് നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ? ഇർവിൻ പ്രഭു സൈമൺ കമ്മീഷനുമായി സഹകരിച്ച് ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നിയമിച്ച കമ്മിറ്റിയിലെ തലവൻ C ശങ്കരൻ നായർ ആയിരുന്നു. 1927 കമ്മീഷനുകൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സൈമൺ കമ്മീഷനെ കുറിച്ച് ഇത്രയും പഠിച്ച സ്ഥിതിക്ക് ഒന്നുകൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മുടെ PSCയുടെ വജ്രജൂബിലി പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. സർ ഹാർക്കോട്ട് ബട്ട്ലർ, അദ്ദേഹത്തിന്റെ പേര് ബട്ട്ലർ കമ്മിറ്റി 3-അംഗ കമ്മിറ്റി ആയിരുന്നു. ഇന്ത്യ സ്റ്റേറ്റ്സ് കമ്മിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം നാട്ടുരാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1927 രൂപീകരിച്ച കമ്മിറ്റിയാണ് ബട്ട്ലർ കമ്മിറ്റി. അപ്പൊ 27 സൈമൺ കമ്മീഷൻ, അതേ സമയത്ത് ബട്ട്ലർ കമ്മിറ്റി അല്ലെങ്കിൽ ബട്ട്ലർ കമ്മീഷൻ എന്തിനായിരുന്നു? നാട്ടുരാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കേട്ടോ. 3-അംഗ കമ്മിറ്റി ആയിരുന്നു. ഇന്ത്യ സ്റ്റേറ്റ്സ് കമ്മിറ്റി എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നമുക്ക് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക്, അതിൽ നിന്ന് ഇങ്ങനെ പോട്ടോ. ഞാൻ ഇപ്പൊ കാട് കയറി പോകുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് വരും. ഓക്കെ, 1927 കാര്യങ്ങളാണ് പറഞ്ഞത്. INC സമ്മേളനം, അതുമായി ബന്ധപ്പെട്ട് മൗലികാവകാശങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. ഇനി നമുക്ക് വീണ്ടും മൗലികാവകാശങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയിലെ സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ നിഷ്കർഷിച്ചുകൊണ്ട് മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള ഏകദേശ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് 28ലെ റിപ്പോർട്ടാണ്. അത് നെഹ്റു റിപ്പോർട്ട് എന്നറിയപ്പെടും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. നെഹ്റു റിപ്പോർട്ട് പുറത്തിറങ്ങിയ വർഷം 1928. നമുക്കറിയാം INC സമ്മേളനങ്ങൾ 28ൽ അച്ഛൻ മോത്തിലാൽ നെഹ്റുവും 29 ലാഹോറിൽ മകൻ നെഹ്റുവുമായിരുന്നു, ജവഹർലാൽ നെഹ്റുവുമായിരുന്നു. ഓക്കെ, അപ്പൊ മോത്തിലാൽ നെഹ്റുവിന്റെ നെഹ്റു റിപ്പോർട്ട് പുറത്തിറങ്ങിയ വർഷം 1928. അതും ഈ കൂട്ടത്തിൽ ഒന്ന് പഠിച്ചു വെക്കുക. അതും എന്താണ്, അങ്ങനെയൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. എന്നാൽ നിങ്ങൾ ആ നെഹ്റു റിപ്പോർട്ട് ഏത് വർഷമാണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? നോക്കൂ, അടുത്ത വർഷം 1931 INC കറാച്ചി സമ്മേളനം, അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ PSC ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. INC കറാച്ചി സമ്മേളനം 1931. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, എന്തായിരുന്നു? 2-ാം വട്ടമേശ സമ്മേളനം നടന്ന വർഷമാണ് 1931. ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെച്ച വർഷമാണ് 1931. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷമാണ് 1931.
1931. ആ 31-ലാണ് കറാച്ചി സമ്മേളനം വരുന്നത്. അധ്യക്ഷൻ പട്ടേൽ. 1931 ഈ ഒരു സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ്? മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ് INC കറാച്ചി സമ്മേളനം. ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യമാണ്. മൗലികാവകാശങ്ങൾക്ക് വേണ്ടി ഒരു പ്രമേയം അവതരിപ്പിച്ച ആദ്യ സമ്മേളനമാണ് INC കറാച്ചി സമ്മേളനം. പ്രമേയം എഴുതി തയ്യാറാക്കിയത് നെഹ്റുവാണ് കേട്ടോ. എന്നാൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നേതൃത്വം വഹിച്ചുകൊണ്ട് ചുക്കാൻ പിടിച്ചത് അതിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. INC കറാച്ചി സമ്മേളനത്തിലെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. കൃത്യം പഠിച്ചു പോവുക. അതുപോലെ തന്നെ അതിനുശേഷം പിൽക്കാലത്ത് ICA എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ആ ഒരു നിർമ്മാണ സമിതിയിലെ സബ് കമ്മിറ്റികളുണ്ട്, ഒരുപാട് കമ്മിറ്റികൾ. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ICAയുടെ കമ്മിറ്റിയുടെ തലവനായിരുന്നു പട്ടേൽ ട്ടോ. പഠിച്ചോളുക. മൗലികാവകാശ കമ്മിറ്റി, ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലികാവകാശ കമ്മിറ്റി, ന്യൂനപക്ഷവും അതിനകത്തുണ്ടായിരുന്നു. ന്യൂനപക്ഷ മൗലികാവകാശ കമ്മിറ്റിയുടെ തലവനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ തലവൻ JB കൃപലാനിയാണ് കേട്ടോ. അതും കൂടി പഠിച്ചു വെക്കണം. JB കൃപലാനി ആയിരുന്നു മൗലികാവകാശ സബ് കമ്മിറ്റി തലവൻ. JB കൃപലാനി ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. INC കറാച്ചി സമ്മേളനം നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന്റെ അധ്യക്ഷൻ പട്ടേലാണെന്ന് പഠിച്ചു വെക്കുക. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മൗലികാവകാശങ്ങൾ, ഇന്ത്യൻ മൗലികാവകാശത്തിന്റെ ശില്പിയായ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ PSC പരീക്ഷയിൽ വരാറുണ്ട്. അത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചിട്ട് പഠിക്കാം. ഇതും മൗലികാവകാശങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ കരുതണം. കാരണം പട്ടേലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം നമുക്ക്. 1875 കേട്ടോ പട്ടേൽ ജനിക്കുന്നത്. ഒക്ടോബർ മാസം 31-ാം തീയതി. ഒക്ടോബർ 31 ഇന്ത്യയിൽ രാഷ്ട്രീയ ഏകതാ ദിവസമാണ്. ഗുജറാത്തിലെ നാദിയ എന്ന് പറയുന്ന സ്ഥലത്ത്, ഗുജറാത്തിലെ നാദിയയിലാണ് പട്ടേൽ ജനിക്കുന്നത്. 1875 അലിഗഡ് പ്രസ്ഥാനം നമ്മൾ പഠിച്ചിരുന്നു മുമ്പ്. ഏത് ഇന്ത്യൻ നവോത്ഥാനത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത്, ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു ഇല്ലേ? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ആര്യ സമാജം, തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ, ഇതൊക്കെ രൂപീകരിച്ച വർഷമാണ് 1875. ആ 75-ൽ ജനിച്ച ഒരുപാട് വ്യക്തികളിൽ ഒരാളാണ് സർദാർ വല്ലഭായ് പട്ടേൽ. പട്ടേൽ ജനിച്ചു. ഒക്ടോബർ 31 മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദേശീയ പുനരർപ്പണ ദിനമാണ് കേട്ടോ. പ്രിയദർശിനി ഇന്ദിരാജി മരണപ്പെട്ട ദിവസമാണ് ഒക്ടോബർ 31. അതുകൊണ്ട് ദേശീയ പുനരർപ്പണ ദിനമായിട്ടും ആചരിക്കുന്നുണ്ട്. അതുകൂടി പഠിച്ചു വെക്കുക. നമുക്ക് പഠിക്കാനുള്ളത് സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്നും ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നും അറിയപ്പെടുന്നത്. 565ഓളം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാതിരുന്ന സമയത്ത് ഇന്ത്യയുടെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഇദ്ദേഹം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് വലിയൊരു പങ്ക് ഇദ്ദേഹത്തെ സഹായിച്ചത്. VP മേനോനെ പോലുള്ള മലയാളികൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന, ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയായിരുന്ന, ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രിയായിരുന്ന, ഇന്ത്യൻ അഖിലേന്ത്യാ സർവീസ്, അതായത് സിവിൽ സർവീസ് അല്ല, സിവിൽ സർവീസിന്റെ പിതാവാരാണ്? അത് കോൺവാലിസ് ആണ്, നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അഖിലേന്ത്യാ സർവീസിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന, ഇന്ത്യൻ അഖിലേന്ത്യാ സർവീസിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ പെട്ടെന്ന് പഠിച്ചു തീർക്കാം. ഓക്കെ. 1918 ഖേദാ സമരം. ഗാന്ധിജിയും സർദാർ വല്ലഭായ് പട്ടേലും കൂടി ഒരുമിച്ച് നടത്തിയ സമരമായിരുന്നു ഖേദാ സമരം. അപ്പൊ ചോദിക്കും, സർദാർ വല്ലഭായ് പട്ടേൽ നേതൃത്വം കൊടുത്ത ഖേദാ സമരം നടന്ന വർഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏത് വർഷം? 1918ലാണ് ഖേദാ സമരം. ഈ ഒരു സമരത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. മഹാത്മാഗാന്ധിജിയുടെ 3ാമത്തെ ഇന്ത്യയിലെ സമരമായിരുന്നു ഏത്? ഖേദാ സമരം കേട്ടോ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സത്യാഗ്രഹം PSC എപ്പോഴും ചോദിക്കുന്നതാണ്. എത്ര തവണയാണെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. 100-ൽ കൂടുതൽ തവണ PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പെട്ടതാണ് ചമ്പാരൻ 1917. ചമ്പാരൻ 1917 അറിയാത്തവരുണ്ടാവില്ല. 1917 എന്തൊക്കെയോ കാര്യങ്ങൾ 17 ഞാൻ ഇങ്ങനെ പറഞ്ഞ കാട് കയറി പോകും. തൽക്കാലം അവിടെ നിൽക്കട്ടെ. ചമ്പാരൻ സത്യാഗ്രഹം, ഗാന്ധിജിയുടെ ആദ്യത്തെ ഇന്ത്യയിലെ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം അല്ലട്ടോ, ഇന്ത്യയിലെ സത്യാഗ്രഹം. ആദ്യത്തെ സത്യാഗ്രഹം 1906-ലാണ്. 1906 മുസ്ലിം ലീഗ് രൂപീകരിച്ച ഒരു കഥയൊക്കെ ഉണ്ട് പഠിക്കാൻ. മഹാത്മാഗാന്ധിജി ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അദ്ദേഹം ബ്രഹ്മചര്യം സ്വീകരിച്ച വർഷമായിരുന്നു 1906. അത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ 1906-ലെ സത്യാഗ്രഹം. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു 1917. അതിനുശേഷം 18-ലാണ് എന്ത് വരുന്നത്? അഹമ്മദാബാദ് മിൽ സമരം വരുന്നത്. അതാണ് ആദ്യത്തെ നിരാഹാര സമരം. PSC എപ്പോഴും ചോദിക്കുന്നതാണ്. മഹാത്മാഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ്? അത് അഹമ്മദാബാദ് മില്ല് സമരമാണ് കേട്ടോ. സത്യാഗ്രഹം ചമ്പാരനാണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? 1918-ലെ ഖേദാ സമരം.
ഓക്കെ റൈറ്റ്. അടുത്ത നോക്കാം നമുക്ക് 1928. ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കണക്ട് ചെയ്യുമ്പോൾ അതൊക്കെ എഴുതി തരും, നിങ്ങൾ എന്റെ കൂടെ പഠിച്ചോളുക. 1928 ബർദോളി സത്യാഗ്രഹം. 1928 ബർദോളി സത്യാഗ്രഹത്തോട് കൂടിയാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ എന്ത് വരുന്നത്, ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധയെ ആകർഷിച്ചു വരുന്നത്. ഈ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തത് കൊണ്ട് തന്നെ ഗാന്ധിജി ഇദ്ദേഹത്തെ സർദാർ എന്ന് വിശേഷിപ്പിച്ചു. ഇദ്ദേഹത്തിന് ഒരു സ്ഥാനപ്പേര്, ഒരു ബഹുമതി കൊടുത്തു. അതിനുശേഷമാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പൊ ബർദോളി സത്യാഗ്രഹം, ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണെന്നൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉത്തരമാരാണ് ബർദോളി എന്ന് കേട്ട് കഴിഞ്ഞാൽ 1928 എന്ന് കേട്ട് കഴിഞ്ഞാൽ എഴുതിക്കൊള്ളുക സർദാർ വല്ലഭായ് പട്ടേൽ. ക്ലിയർ ആണല്ലോ. ഗാന്ധിജിയുമായിട്ട് ഒരുപാട് ബന്ധം ഇദ്ദേഹത്തിനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഗാന്ധിജിയും ഇദ്ദേഹവും ഖേദ സമരത്തിൽ പങ്കെടുത്തു. അതിനുശേഷം ഇപ്പോൾ പറഞ്ഞു സർദാർ എന്ന പേര് നൽകിയത് ഗാന്ധിജിയാണ്. ഇനിയൊരു ചോദ്യം അഥവാ PSC ചോദിച്ചാൽ നോട്ട് ചെയ്ത് വെച്ചോളുക. മഹാത്മാഗാന്ധിജി മരണപ്പെടുന്നതിന് മുമ്പ് അവസാനമായി കൂടിക്കാഴ്ച നടത്തിയ ദേശീയ നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധിജി മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് അവസാനമായി കൂടിക്കാഴ്ച നടത്തിയ ദേശീയ നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ കേട്ടോ. ഇനി നമുക്ക് 28 എന്ന് പറഞ്ഞത് കൊണ്ട് കുറച്ച് 28ലെ കാര്യങ്ങളൊന്ന് ഓടിച്ചിട്ട് നോക്കിയാലോ. PSC എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ്, ഞാൻ പറഞ്ഞു പോകാം, എന്റെ കൂടെ നിങ്ങൾ പഠിക്കുക കേട്ടോ. 1928 നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. 28 3-4 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം 28 കൃത്യം ഫെബ്രുവരി മാസം 3-ാം തീയതിയാണ് മുംബൈയിൽ അവർ വരുന്നത്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് 1928 ഇതിന്റെ ഭാഗമായിട്ട് ലാലാ ലജ്പത് റായ് മരണപ്പെട്ടില്ലേ? ലാലാ ലജ്പത് റായ് മരണപ്പെട്ടു. പിന്നെ പറഞ്ഞിരുന്നു നെഹ്റു റിപ്പോർട്ട് 28 നെഹ്റു റിപ്പോർട്ട്. ഇപ്പൊ നമ്മൾ പഠിച്ച ബർദോളി സത്യാഗ്രഹവും. ഇനി അതിന്റെ കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഈ ഒരു ബർദോളി സത്യാഗ്രഹം ഒക്കെ നടന്ന വർഷമാണ് ഗാന്ധിജിയും സർദാറും ഒക്കെ ഇന്ത്യൻ ദേശീയ ആ ഒരു പ്രസ്ഥാനത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വർഷമാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ മരണപ്പെടുന്നത്. ഗുരു സമാധിയായ വർഷം 1928 പഠിച്ചു വെക്കുക. ഗുരു സമാധിയായി. ഗുരു എന്ന് പറയുന്ന ഒരു ചലച്ചിത്രം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. അതാണ് ഓസ്കാറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ ചലച്ചിത്രം. മലയാളത്തിലെ ഓസ്കാറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ ചലച്ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഗുരു അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത് ഗുരു സമാധിയായ വർഷമാണ് മലയാളത്തിലെ ആദ്യ ചലച്ചിത്രം. ഏതാണ് സിനിമ? വിഗതകുമാരൻ പുറത്തിറങ്ങിയത്. വിഗതകുമാരന്റെ സംവിധായകൻ ആരാടോ? JC ഡാനിയൽ അല്ലേ? ക്യാപിറ്റോൾ തിയേറ്ററിലാണ് ആദ്യം വിഗതകുമാരൻ കളിപ്പിച്ചത് കേട്ടോ. ക്യാപിറ്റോൾ തിയേറ്റർ. അപ്പൊ വിഗതകുമാരൻ സംവിധായകൻ JC ഡാനിയൽ, മലയാള സിനിമയുടെ പിതാവായിട്ട് കരുതപ്പെടുന്ന JC ഡാനിയൽ. ക്ലിയർ ആയല്ലോ കാര്യങ്ങൾ? അപ്പൊ വിഗതകുമാരൻ പഠിച്ച കൂട്ടത്തിൽ നിങ്ങൾ എന്താക്കുക, അടുത്തൊരു പോയിന്റ് 28 വിഗതകുമാരനാണെങ്കിൽ 10 വർഷത്തിന് ശേഷമാണ് S നൊട്ടാണി എന്ന് പറയുന്ന സംവിധായകൻ, ഒരു വെറൈറ്റി പേരാ നൊട്ടാണി. അപ്പൊ ആണി, നൊട്ടാണി. ആണിക്ക് ഇങ്ങനെ നൊട്ടും എന്താക്കും സൗണ്ട് ഉണ്ടാവും. ആദ്യം മലയാളത്തിലെ ശബ്ദചിത്രം ബാലൻ പുറത്തിറങ്ങുന്നത്. ബാലൻ. വിഗതകുമാരൻ 28 ബാലൻ 38 പഠിച്ചല്ലോ. വിഗതകുമാരൻ ഏത് തിയേറ്ററായിരുന്നു? ക്യാപിറ്റോൾ തിയേറ്റർ. അപ്പൊ 28 വിഗതകുമാരന്റെ ക്യാപിറ്റോൾ തിയേറ്ററിൽ വെച്ചിട്ട് ഈ സിനിമ കാണുമ്പോഴാണ് എല്ലാവരും അറിയുന്നത് ഗുരു മരിച്ച വർഷമാണ്. എന്ത്? ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടി, സ്വർണ്ണ മെഡൽ. 1927 ആംസ്റ്റർഡാം ഒളിമ്പിക്സ്. പഠിച്ചോളുക, ആംസ്റ്റർഡാം ഒളിമ്പിക്സ്. ജയ്പാൽ സിംഗ് ആയിരുന്നു ആ ഒരു ഒളിമ്പിക്സിനകത്ത് ഇന്ത്യയെ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ. ചോദിച്ചിട്ടുണ്ട് PSC. ഹോക്കി ടീമായിരുന്നു. സ്വർണ്ണ മെഡൽ ആംസ്റ്റർഡാം ഒളിമ്പിക്സ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് ഒരു വർഷം മുമ്പാണ് ഇന്ത്യയിൽ എന്താക്കുന്നത്? ഒളിമ്പിക്സ് അസോസിയേഷൻ തന്നെ വരുന്നത്. അപ്പൊ അതും ആലോചിച്ച് വെക്കുക. 28 ഒളിമ്പിക്സിന് പോയി ഹോക്കി ടീം കപ്പടിച്ചു, സ്വർണം അടിച്ചു. ഇതിന് ഒരു വർഷം മുമ്പാണ് ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ വരുന്നത്. 27 ആ കാര്യങ്ങൾ അവിടെ ക്ലിക്ക് കിട്ടിയല്ലോ. ഓക്കെ, നോക്കൂ, ഇതേ വർഷം തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CV രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ച ദിവസം. ആ ദിവസം വരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതാ ദിവസം? 1928 ഫെബ്രുവരി 28 ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. കിട്ടിയല്ലോ. നവംബർ 10 ലോക ശാസ്ത്ര ദിനം. അപ്പൊ ഫെബ്രുവരി 28 ഇന്ത്യയിൽ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നു. രാമൻ എഫക്റ്റ്. CV രാമന് നോബൽ പ്രൈസ് ലഭിച്ചത് ഏതു വർഷമാണോ? അത് 1930 കേട്ടോ. CV രാമന് സയൻസിൽ ആദ്യമായിട്ട് ഇന്ത്യക്കാരൻ നോബൽ ലഭിക്കുന്നത് 1930 രാമൻ എഫക്റ്റ് 28 ക്ലിയർ ആയിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, 28 മറ്റൊരു സയൻസിലെ കാര്യം കൂടിയുണ്ട്. PSC എപ്പോഴും ചോദിക്കുന്നതാണ്. അലക്സാണ്ടർ ഫ്ലെമിങ്ങിന് പെൻസിലിൻ എന്ന് പറയുന്ന അലക്സാണ്ടർ ഫ്ലെമിങ് കണ്ടുപിടിച്ച വർഷം ഏത് വർഷമാണ്? 28 PSC എപ്പോഴും ചോദിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അലക്സാണ്ടർ ഫ്ലെമിങ് പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിങ് ഏത് വർഷം? 28. അപ്പൊ ഇത്രയും കാര്യങ്ങൾ 28 എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് കേരളത്തിൽ ഒരൊറ്റ പോയിന്റ് കൂടി പഠിച്ച് തൽക്കാലം അവസാനിപ്പിക്കുക. ഇനിയുമുണ്ട്, നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുക കേട്ടോ. അറിയുന്നവർ പല കാര്യങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തു. അപ്പൊ 28 മറ്റൊരു കാര്യം
കാര്യം എനിക്ക് ഓർമ്മയുള്ളത് നമ്മുടെ സഹോദരൻ അയ്യപ്പന്റെ ഒരു പ്രധാനപ്പെട്ട മാസിക യുക്തിവാദി മാസികയാണ്. യുക്തിവാദി മാസിക സഹോദരൻ അയ്യപ്പൻ പുറത്തിറക്കുന്നത് ഏത് വർഷമാണ്? 1928 യുക്തിവാദി, ദൈവവിശ്വാസമില്ലാത്ത ആളുകളെയൊക്കെയല്ലേ നമ്മൾ യുക്തിവാദി എന്ന് വിളിക്കുക. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പറഞ്ഞ ആഹ്വാനം ചെയ്തതും അത്തരത്തിലൊരു ലേഖനം ഉണ്ണി നമ്പൂതിരിയിൽ എഴുതിയതും ആരാടോ? VT ഭട്ടതിരിപ്പാടാണ് കേട്ടോ. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലേഖനം എഴുതിയത് VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട് നമ്മുടെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ രചനയാണ് കണ്ണീരും കിനാവും. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു രചന ഈ ഒരു വർഷത്തിന് തൊട്ടടുത്താണ് എന്ത് പുറത്തിറങ്ങുന്നത്. ഏതായിരുന്നു രചന? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്കല്ല. അതാരാണ്? ഭാരതി ഉദയഭാനുവിന്റെ കൃതിയാണ് കേട്ടോ. അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക്. ഇതെന്താണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകമാണ് VT ഭട്ടതിരിപ്പാടിൻ്റെത്. അദ്ദേഹത്തിന്റെ ഈ ഒരു നാടകത്തിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. നാടകത്രയങ്ങളിൽപ്പെട്ട നാടകമാണിത്. അദ്ദേഹത്തിന്റെ ഈ ഒരു നാടകവും അതുപോലെ തന്നെ MR ഭട്ടതിരിപ്പാട്, VT അല്ല MR ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. മറയ്ക്കുടക്കുള്ളിലെ മഹാനരകം. ഇതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് അരോചകമായിട്ട് തോന്നുകയാണെങ്കിൽ തൽക്കാലം സ്കിപ്പ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കാൻ ശ്രമിക്കുക. VTയുടെ ഏതാണ് നാടകത്തിന്റെ ഞാൻ പറഞ്ഞ പേര്? കുറച്ചു മുമ്പ് പറഞ്ഞു. ഏതാണ്? 2-3 കാര്യങ്ങൾ പറഞ്ഞു. അക്കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകമാണ്. പുറത്തിറങ്ങിയ വർഷം 1929. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇതിന്റെ കൂടെ പഠിക്കേണ്ട 2 നാടകങ്ങൾ കൂടിയുണ്ട്. മറയ്ക്കുടക്കുള്ളിലെ മഹാനരകവും അതുപോലെ ഋതുമതിയും. രണ്ടും രചിച്ചത് ആരാണ്? MR ഭട്ടതിരിപ്പാടാണ്. പ്രേംജി എന്നറിയപ്പെടുന്നതാണ് MR ഭട്ടതിരിപ്പാട്. ഇദ്ദേഹം ഒരു നടൻ കൂടിയാണ് കേട്ടോ. പ്രേംജി നിങ്ങൾക്കറിയാം 1988 തോന്നുന്നു. കൃത്യമായിട്ട് വർഷം എനിക്ക് ഓർമ്മയില്ല, വർഷം പഠിക്കേണ്ട. ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? ദേശീയ പുരസ്കാരം ലഭിച്ചു. പിറവി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിന് ഒരുപാട് ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ച സിനിമയാണ് പിറവി. അപ്പൊ ഭരത് അവാർഡ് പിറവി എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനെ ആർക്ക് ലഭിച്ചു? പ്രേംജിക്ക്, അതായത് MR ഭട്ടതിരിപ്പാട് ലഭിച്ചു. ആലോചിച്ച് വെക്കണം. ഈ പിറവി എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ ചോദിക്കും ഷാജി N കരുൺ ആണ്. ഷാജി N കരുൺ ഇപ്പോഴത്തെ കേരളത്തിലെ KSFDC എന്ന് പറയുന്ന ഒരു എന്തുണ്ട്, നമ്മുടെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട്. അതിന്റെ ചെയർമാനായിട്ട് ഇപ്പോൾ ഉള്ളതാരാണ്? ഷാജി N കരുൺ ആണ്. ഒരുപാട് സിനിമകളുണ്ട്. കുട്ടിസ്രാങ്ക് പോലെയുള്ള, വാനപ്രസ്ഥം പോലെയുള്ള ഇന്ത്യയിലെ ഒരുപാട് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി മികച്ച സിനിമകൾ സംവിധാനം ചെയ്ത ഷാജി N കരുണിന്റെ ഏത് പിറവിയിലെ മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് MR ഭട്ടതിരിപ്പാട് പ്രേംജി. അദ്ദേഹത്തിന്റെ 2 നാടകങ്ങളാണ് ഞാൻ പറഞ്ഞ ഋതുമതിയും മറയ്ക്കുടക്കുള്ളിലെ മഹാനരകവും. ഇത് 3 കൂടിയാണ് ഇത് നാടകത്രയങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ VT ഭട്ടതിരിപ്പാട് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക, അവിടുന്ന് ഇങ്ങോട്ട് വന്നു. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും മുകളിലോട്ട് പോവുക. നിങ്ങൾ 1928 സഹോദരൻ അയ്യപ്പനെ ആലോചിക്കുക, യുക്തിവാദി മാസിക ആലോചിക്കുക, ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ആലോചിച്ച് വെക്കുക, വിഗതകുമാരൻ എന്ന് പറയുന്ന സിനിമ ആലോചിച്ച് വെക്കുക, ഗുരു സമാധിയാത് ആലോചിച്ച് വെക്കുക, അതുപോലെ അലക്സാണ്ടർ ഫ്ലെമിങ്ങിന്റെ പെൻസിലിൻ ആലോചിച്ച് വെക്കുക, CV രാമന്റെ രാമൻ എഫക്ട് ആലോചിച്ച് വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച തുടക്കത്തിൽ പഠിച്ച 4 കാര്യങ്ങൾ. ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് വെക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ഇങ്ങനെ വർക്ക് ചെയ്യും. അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് ഇതിൽ തന്നെ നിൽക്കുക. PSC എന്നൊരു ചിന്ത മാത്രമായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലച്ചോറിൽ നിൽക്കും. ഓക്കെ, എന്തോട്ടെ നമുക്ക് എന്താക്കാം, അടുത്തൊരു പോയിന്റ് ആയ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട അടുത്ത വർഷത്തിലേക്ക് കിടക്കാം. 1930 ഉപ്പു സത്യാഗ്രഹം നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. എന്താണ് പട്ടേലും ഉപ്പു സത്യാഗ്രഹം തമ്മിലുള്ള ബന്ധം? സർദാർ വല്ലഭായ് പട്ടേലാണ് ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ ദേശീയ നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ആലോചിച്ച് വെക്കുക. 31 നമ്മൾ നേരത്തെ പഠിച്ച 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നേരത്തെ പഠിച്ച കറാച്ചി സമ്മേളനമാണ്. കറാച്ചി സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു പട്ടേൽ. മറ്റൊന്ന് രണ്ടാമത് വട്ടമേശ സമ്മേളനം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിനകത്ത് ഇദ്ദേഹം പങ്കെടുത്തിരുന്നു പട്ടേൽ. എന്തിന്റെ ഭാഗമായിട്ട്? നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേൽ 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 31 തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ. ഗാന്ധി ഇർവിൻ സന്ധി, അതുപോലെ ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നൊക്കെ 31 കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. തൽക്കാലം നമുക്ക് എന്താക്കാം, അടുത്തൊരു പോയിന്റ് 1948 ഓപ്പറേഷൻ പോളോ. എന്താണ് ഓപ്പറേഷൻ പോളോ? ഹൈദരാബാദ് എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്ത നടപടിയാണ് ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്ത നടപടി. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ പട്ടേലിനെ സഹായിച്ചത് VP മേനോനാണ് കേട്ടോ. മലയാളിയായ VP മേനോനായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് പട്ടേലിനെ സഹായിച്ചത്. ആലോചിച്ച് വെക്കുക. 1950 അവസാനമായിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വർഷം, അദ്ദേഹത്തിന്റെ അന്തരിച്ച വർഷമാണ് 50. 1950 അദ്ദേഹം അന്തരിച്ചു. 1991 ഒരൊറ്റ വർഷം കൂടി നിങ്ങൾ എന്താക്കാനുണ്ട്, പഠിക്കാനുണ്ട്. പട്ടേലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ച വർഷമാണ് 91. മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന ലഭിച്ചു കേട്ടോ. ആദ്യ ഉപപ്രധാനമന്ത്രിയായിരുന്ന പട്ടേലിന് ഭാരതരത്ന ലഭിച്ച
ലഭിച്ച വർഷം തന്നെയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്ന മൊറാർജി ദേശായിക്കും രാജീവ് ഗാന്ധിക്കും ഭാരതരത്ന ലഭിച്ചത്. അതും കൂടി എന്താക്കുക, ചേർത്ത് പഠിക്കുക. 1991 ഭാരതരത്ന. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ച പട്ടേലുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ഇന്ത്യയിലെ ആദ്യ പോലീസ് മ്യൂസിയം ഏതാണ്? സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം, കൊല്ലം. നമ്മുടെ കേരളത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം കൊല്ലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ നിലവിൽ വന്ന യൂണിവേഴ്സിറ്റി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ നിലവിൽ വന്ന യൂണിവേഴ്സിറ്റി അത് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ യൂണിവേഴ്സിറ്റിയാണ്. സർദാർ വല്ലഭായ് പട്ടേൽ യൂണിവേഴ്സിറ്റി അഹമ്മദാബാദ്, ആനന്ദിലാണ് കേട്ടോ, അഹമ്മദാബാദ്. ഇതേ അഹമ്മദാബാദിൽ ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു, മൊട്ടേര സ്റ്റേഡിയം എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം അഹമ്മദാബാദിൽ ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഈ അടുത്ത് മാറ്റിയിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്, നന്നായിട്ട് പഠിക്കണം. ഇതിന്റെ പേര് നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നാക്കിയിട്ടുണ്ട്. ശ്രീ നരേന്ദ്രമോദിയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തു. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരുള്ള സ്റ്റേഡിയം ആയിരുന്നു നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ് ആണ് കേട്ടോ, ആലോചിച്ച് വെക്കുക. ഇനി പഠിക്കാനുള്ളത് നോക്കൂ, NIT, പട്ടേലിന്റെ പേരുള്ള NIT, പട്ടേലിന്റെ പേരുള്ള NIT, സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരുള്ള NIT എവിടെയാണ്? സൂററ്റിലാണ്. ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ വ്യാപാര ഫാക്ടറി സ്ഥാപിച്ച ഗുജറാത്തിലെ സൂററ്റിലാണ് പട്ടേലിന്റെ NIT ഉള്ളത്, പട്ടേലിന്റെ പേരുള്ള. ഇനി പട്ടേലിന്റെ പേരുള്ള കാർഷിക സർവകലാശാല സർദാർ വല്ലഭായ് പട്ടേൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, മീററ്റ് ആണ് ഉത്തർപ്രദേശിലെ. അപ്പൊ പട്ടേലിന്റെ പേരുള്ള യൂണിവേഴ്സിറ്റി ഏത്? അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി മീററ്റ്, NIT സൂററ്റ്, പഠിച്ചു വെച്ചോളുക. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരുള്ള IPS അക്കാദമി ഹൈദരാബാദിലാണ്. IPS അക്കാദമി എവിടെയാണ്? ഹൈദരാബാദിലാണ്. മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് സർദാർ വല്ലഭായ് പട്ടേൽ എന്നാണ്, ഭവൻ എന്നാണ്. അപ്പൊ ആലോചിച്ച് വെക്കുക, മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് സർദാർ വല്ലഭായ് പട്ടേൽ ഭവൻ എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പഠിക്കാനുള്ളത്, നമുക്ക് സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതിമ, ഏകതയുടെ പ്രതിമ എന്നറിയപ്പെടുന്ന ഗുജറാത്തിലെ നർമ്മദ നദീതീരത്ത് 182 മീറ്റർ ഉയരമുള്ള 597 അടിയാണ് കേട്ടോ. PSC ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്, കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിച്ചതാണ്, എന്നാലും സ്റ്റാറ്റിക് GK ആയതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, നോട്ട് ചെയ്ത് വെച്ചോളുക. റാം വി സുധർ ആയിരുന്നു അതിന്റെ ശില്പി, നർമ്മദ നദീതീരത്ത് ഇല്ലേ? അപ്പം പഠിച്ചോളൂ കേട്ടോ. അപ്പം നർമ്മദ നദിയുടെ തീരത്താണ്, 182 മീറ്റർ ആണ്. സാധു ബെറ്റ് ദ്വീപിന്, സാധു ബെറ്റ് ദ്വീപില് 2018 ഒക്ടോബർ 31 ഉദ്ഘാടനം ചെയ്ത് കേട്ടോ, ആലോചിച്ച് വെക്കുക. 2018 ഒക്ടോബർ 31 ഉദ്ഘാടനം ചെയ്ത ഏത് പ്രതിമ? പട്ടേലിന്റെ പ്രതിമ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി എന്തൊക്കെ പട്ടേലുമായി ചേർത്ത് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൗലികാവകാശങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുള്ള മൗലികാവകാശങ്ങളെ കുറിച്ചാണ്. അതിന്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അപ്പൊ ഈ ക്ലാസിന്റെ ലെങ്ത് ഒരുപാട് അങ്ങോട്ട് നീണ്ടുപോകും. അപ്പൊ ലെങ്ത് നീളുന്ന ക്ലാസ്സുകൾ നിങ്ങൾ പൊതുവെ കാണാറില്ല, അതുകൊണ്ട് തൽക്കാലം സ്റ്റേ ട്യൂൺ ചെയ്ത് വെക്കുക. അടുത്ത ഉടൻ തന്നെ എന്താക്കും, ഇതിന്റെ ബാക്കി നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.